കോഴിക്കോട് കോയത്തുമ്മൽ കോളനിയിലെ കുടുംബങ്ങളുടെ റോഡിനായുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടത്രേ. പ്രായമായവരെയും രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കോളനിയിലുള്ളവർ വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ദുരിതം പേറുന്നവരാണ് ഇവിടുത്തെ താമസക്കാർ. കോഴിക്കോട് നെല്ലിയാടി പുഴയോരത്തോട് ചേർന്ന കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലെ കോയത്തുമ്മൽ കോളനിയിലുള്ളവർക്ക് റോഡില്ലാത്തതിന്റെ ദുരിതകഥയാണ് പറയാനുള്ളത്. ചുറ്റും കാടും വെള്ളക്കെട്ടും. രോഗികളെ കസേരയിലിരുത്തി ചുമന്നാണ് ആശുപത്രിയിലെത്തിക്കുന്നത്. ചില സമയങ്ങളിൽ തോണി വാടകയ്ക്കെടുത്ത് വേണം യാത്ര ചെയ്യാൻ. പഞ്ചായത്തിനോട് വല്ലാണ്ടൊക്കെ ഞങ്ങൾ അധികൃതരോടൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ ഇതുവരെ എല്ലാവരും നോക്കി പോകാന്നല്ല. അതേ സ്ഥാനത്ത് ഒരു ബോട്ടെടുപ്പിന്റെ സമയത്താണ് വെള്ളപ്പൊക്കം, അതിലെ വലിയ പൊക്കായാലും ഒരു വന്ന് കാണും. ഇത് വെള്ളപ്പൊക്കം വന്നാൽ ഫുൾപാത്ത് വന്ന് നോക്കി വെള്ളം പൊങ്ങിക്കിതും പറ ഒരു പൊക്ക. ബണ്ടുകൾ തകർന്നതോടെ നെല്ലിയാടിപ്പുഴയിൽ നിന്നും വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. ചുറ്റും കാടുപിടിച്ച ഇഴജന്തുക്കൾ വീടുകളിലെത്തുന്നത് നിത്യസംഭവമാകുന്നു. മഴക്കാലങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നതോടെ സമീപത്തെ സ്കൂളുകളിൽ ഒരുക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയാണ് പതിവ്. 11ഓളം കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. റോഡ് വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 4 വർഷം മുമ്പ് അന്നത്തെ ജില്ലാ കളക്ടർ സാംബശിവറാവുവിനെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും തുടർന്ന് കോളനി സന്ദർശിച്ച് അടിയന്തരമായി റോഡ് നിർമ്മിച്ചു നൽകണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. 2 തവണ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും എന്നാൽ കരാർ ഏറ്റെടുക്കാൻ ആളില്ലെന്ന കാരണങ്ങൾ നിരത്തി റോഡ് നിർമ്മാണം വൈകിപ്പിക്കുകയുമാണെന്ന് കോളനി നിവാസികൾ പറയുന്നു. കീഴരൂർ പഞ്ചായത്തിൽ ഇത്രയും ഞങ്ങൾ പരാതി കൊടുത്ത് അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. ഗ്രാമസഭയിൽ വായിക്കും കോയത്തുമ്മൽ കോളനിയിലേക്കുള്ള റോഡ് പാസ്സാക്കി. ഇപ്പോൾ പാസ്സായിട്ട് റോഡ് ഇതുവരെ ഇതായിട്ടില്ല. ഞങ്ങൾ പോയി ആളെ പരാതി പറഞ്ഞ പോലെ അങ്ങക്ക് റോഡ് ഇതായി അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റോഡില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ഇതിനെ നോക്കിയാലോ ഒരു വീടിൻ്റെ സാധനം എത്തിക്കാൻ പറ്റുന്നില്ല, വേറൊരു സാധനം എത്തിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പോകാനാകാത്തൊരവസ്ഥയാണ്. ഒരു ഗർഭിണികളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ 2 ആഴ്ച മുന്നേ ഒക്കെ ആസ്പത്രിയിൽ പോയി അഡ്മിറ്റായി നിൽക്കുക. എത്ര പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഈ കോളനിയിൽ താമസിക്കുന്ന അധികം പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാർ, ക്യാൻസർ രോഗികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവരെ തന്നെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമ്മൾ കസേരയിൽ തൂക്കിയിട്ടാണ് കൊണ്ടുപോയത്. ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടന്നിട്ടാണ് റോഡിലെത്താൻ സാധിക്കുള്ളൂ. പിന്നെ വെച്ചെങ്കിൽ തോണിയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ തോണിയിലാണ്. തോണി മര്യാദയ്ക്കില്ല. ഞങ്ങൾ വാടകയ്ക്ക് തോണിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് രോഗികളൊക്കെ കൊണ്ടുപോകാറ്. സ്ഥലം പൂർണ്ണമായും വിട്ടുകിട്ടാത്തതാണ് റോഡ് നിർമ്മാണത്തിന് തടസ്സമെന്നും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NM സുനിൽ അറിയിച്ചു. ന്യൂസ് 18 കൊയിലാണ്ടി.